ഇങ്ങനെ സെക്രട്ടേറിയറ്റിന് മുന്നിലേക്ക് നമ്മുടെ വനിതകളെല്ലാവരും കൂടി കോപ്പറേറ്റീവ് മേഖലയിൽ എത്തുന്നു. വളരെ ക്ലേശം സഹിച്ച് ഇന്നലെയും മിനിഞ്ഞാന്നുമൊക്കെ യാത്ര ചെയ്ത് വടക്കേ മലബാറിൽ നിന്ന് ഉൾപ്പെടെ എല്ലാ സ്ഥലത്തു നിന്നും ഇവിടെ എത്തിയ നമ്മുടെ സെൻറ്ററിൻ്റെ എല്ലാ നേതാക്കന്മാരെയും പ്രവർത്തകരെയും ഞാൻ ആദ്യമായിട്ട് അഭിവാദ്യം ചെയ്യുന്നു. നമ്മുടെ സോഷ്യലിസ്റ്റ് പ്രസ്ഥാനത്തിൻ്റെ ആദ്യകാല സംഘടനകളിലൊന്നാണ് കോപ്പറേറ്റീവ് സെൻറ്റർ. സോഷ്യലിസ്റ്റ് ആശയക്കാരുടെ വിവിധ സംഘടനകളായ തീരുമാനങ്ങളാണ് നാം സ്വീകരിച്ചത്. ഇതിനെല്ലാം നമുക്ക് ആശീർവാദം തന്നത് പരേതനായ PR കുറുപ്പായിരുന്നു. ഇന്ത്യയുടെ ചരിത്രത്തിലാദ്യമായി മാതൃകാപരമായ ഒരു സഹകരണ നിയമം നമ്മുടെ രാജ്യത്ത് അവതരിപ്പിച്ച ശ്രീ PR കുറുപ്പ് സ്ഥാപിച്ച ഈ സംഘടന സോഷ്യലിസ്റ്റ് ആശയങ്ങളിൽ നിലകൊള്ളുന്നതിൽ ഞങ്ങൾക്ക് വളരെ വളരെ സന്തോഷമുണ്ട്. സോഷ്യലിസ്റ്റ് ആശയക്കാരായ സഹകരണ പ്രസ്ഥാനങ്ങളിലെ ജീവനക്കാർ സംഘടിച്ച്, പ്രത്യേകിച്ച് വനിതകൾ മാത്രം സംഘടിച്ച് അവരുടെ സംഘടനയുടെ നേതൃത്വത്തിൽ നടത്തുന്ന ഈ ധർണാ സമരത്തിൽ ഉന്നയിച്ചിരിക്കുന്ന കാര്യങ്ങൾ വളരെ പ്രധാനമാണ്. നമ്മുടെ രാജ്യത്തെ സഹകരണ മേഖലയുടെ സാമ്പത്തികമായ പ്രാധാന്യം ഞാൻ എടുത്തു പറയേണ്ട കാര്യമില്ല. നമ്മുടെ രാജ്യത്തെ സാധാരണക്കാർക്ക്, കർഷകർക്ക്, കരകൗശല തൊഴിലാളികൾക്ക്, ജീവിതത്തിൽ മറ്റു മൂലധനമില്ലാത്തവർക്ക് ഗ്രാമീണ മേഖലയിൽ വായ്പ കൊടുക്കാൻ വേണ്ടി ആരംഭിച്ചതാണ് 20-ാം നൂറ്റാണ്ടിൻ്റെ ആദ്യ ദശകത്തിൽ നമ്മുടെ സഹകരണ പ്രസ്ഥാനം.